ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അഭി പഠിച്ച പണി 18 നോക്കിയിട്ടോ തമ്പിയെ കൊണ്ട് തമ്പിയാണിത് ചെയ്തതെന്ന് പറയിക്കാൻ. പക്ഷേ ആണെങ്കിൽ തമ്പി സമ്മതിച്ചില്ല. അത് കഴിഞ്ഞ് നമ്മുടെ അഭി അവിടെ നിന്ന് പോവാം, നിന്നെ ഞാൻ വെറുതെ വിടില്ലെന്നും പറഞ്ഞു. നീ പോയി ദീവച്ചവമായിട്ട് കിടക്കുന്ന നിൻ്റെ പെണ്ണിന് കാവലിരിക്കടാ, നീ തമ്പിയുടെ വായിൽ നിന്ന് നീ ഒന്നും അറിയാൻ പോകുന്നില്ലടാ എന്നും പറഞ്ഞ് തമ്പി അവിടെ ഇരുന്ന് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കാം. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന അമലിങ്ങനെ അവിടെ ഉറക്കമൊക്കെ വിളച്ച് ഇങ്ങനെ ഇരിക്കുക. ഈ സമയത്ത് നിരഞ്ജന അങ്ങോട്ടേക്ക് വന്നു. ഇതെന്താ അമലെ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്, ഒന്നും കഴിക്കുന്നൊന്നുമില്ലെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കിപ്പോൾ വിശപ്പം ദാഹമൊന്നും ഇല്ല ഏട്ടത്തിയെന്ന് നിരഞ്ജനയോട് അമൽ പറയുവാണ്. ജാനിയടുത്തി സ്നേഹിക്കുന്നവർക്ക് വേദന നൽകി അകത്ത് കിടക്കുകയല്ലേ എന്ന് ചോദിച്ചു. എൻ്റെ ഏട്ടൻ നെഞ്ചിനുള്ളിൽ തീക്കൊണ്ടുമായിട്ട് കഴിയുകയല്ലേ എന്ന് അമൽ ചോദിച്ചു. ഇതിനിടയിൽ എന്നെപ്പറ്റി ഏട്ടത്തിയെങ്കിലും ഓർത്തിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക കേട്ടോ. ആ സമയം ഏട്ടത്തി അനുഭവിക്കുന്ന വേദനയൊന്നും അല്ല എൻ്റേതെന്നും അമൽ ഇങ്ങനെ പറയണം. അഭിയേട്ടനും ജാനിയേട്ടത്തിയും എനിക്ക് ആരാണെന്ന് പറയാം, എനിക്ക് വാക്കുകളൊന്നും ഇതുവരെ എനിക്ക് അറിയില്ല എന്ന് അമൽ നിരഞ്ജനോട് പറഞ്ഞു. അതുപോലെ എൻ്റെ അച്ഛനും അമ്മയും എങ്ങനെ എന്നിലുണ്ടാക്കിയ ഒരു സ്വാധീനത്തെക്കാൾ കൂടുതൽ എൻ്റെ ജീവിതത്തിൽ ആ രണ്ട് വ്യക്തികൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യം പറയും അമൽ. അഭിയേട്ടൻ്റെ നിഴലായി നിൽക്കാൻ മാത്രമേ ഞാൻ ഇന്ന് വരെ ആഗ്രഹിച്ചിട്ടുള്ളൂ എന്നും മനസ്സുകൊണ്ട് അഭിയേട്ടനോളം വളരാൻ എനിക്ക് പറ്റില്ല എന്നും അമൽ ഇങ്ങനെ നിരഞ്ജനോട് പറയുവാണ്. ജാനിയടുത്ത് വന്നതിന് ശേഷം ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചോ എന്ന് അമ്മ എന്നോട് ഇതുവരെ ചോദിച്ചിട്ടില്ല എന്ന് അമൽ പറയുക. ചോദിക്കാനുള്ളൊരു അവസരം അത് ജാനിയടുത്ത് കൊടുത്തിട്ടില്ല എന്ന് അമൽ ഇങ്ങനെ നിരഞ്ജനോട് പറയുക. എൻ്റെ കാര്യം മാത്രമല്ല, ആ വീട്ടിലെ എല്ലാ സുഖവിവരങ്ങളും ഓടി നടന്ന് ജാനിയടുത്ത് ശ്രദ്ധിച്ച് ചെയ്യുമായിരുന്നു എന്നുള്ള കാര്യങ്ങൾ പറയുക. അങ്ങനെ ജാനകിയെ പറ്റിയും അബിയെ പറ്റിയും ഒക്കെ തോരാതെ നമ്മൾ അമൽ അവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുക. മുത്തശ്ശി എന്തൊക്കെ കുത്തി പറഞ്ഞാലും ജാനിയടുത്ത് അതൊന്നും മനസ്സിൽ വെക്കായിരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാം അനുഭവിച്ചിട്ടില്ലെങ്കിലും എല്ലാം എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ലേ അമലെന്ന് നിരഞ്ജന ചോദിച്ചു. പക്ഷെ നിങ്ങൾക്കുള്ള വേദനയല്ല ഏട്ടത്തി ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അമലിങ്ങനെ നിരഞ്ജനോട് പറയുവാണ്. ജാനിയടുത്തയുടെ ഈ ഒരു അവസ്ഥയ്ക്ക് പിന്നിൽ ഞാൻ താലി കെട്ടിയവൾക്ക് പങ്കുണ്ട് എന്നുള്ള തിരിച്ചറിവ് എനിക്ക് സഹിക്കാൻ കഴിയുന്ന ഒന്നല്ല എന്ന് നമ്മുടെ അമൽ ഇങ്ങനെ അവളെ പറഞ്ഞു. കരഞ്ഞോണ്ടാട്ടോ അമൽ ഇതൊക്കെ പറയുന്നേ. എങ്ങനെ ഞാൻ അപർണയ്ക്കൊപ്പം ജീവിക്കും, എന്നെക്കൊണ്ട് അതിന് സാധിക്കില്ല എന്നും അമലിങ്ങനെ നിരഞ്ജനയോട് പറയുക. എനിക്ക് അവളെ കാണുമ്പോൾ എൻ്റെ സമനില തെറ്റിപ്പോവില്ലേ ഏടത്തി എന്നൊക്കെ ചോദിക്കുവാണ്. നിരഞ്ജനയ്ക്ക് എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കാൻ പറ്റും? എൻ്റെ ഭാര്യയാണിത് ചെയ്തതെങ്കിൽ അതിൻ്റെ പാപത്തിൻ്റെ ഒരു പങ്ക് എൻ്റേത് കൂടിയല്ലേ എന്നും അമൽ നിരഞ്ജനോട് ചോദിക്കുക. അമലിപ്പോൾ അത്തരം വിഷയങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട, അപ്പോൾ ഇനി എപ്പോഴേ ഏട്ടത്തി ഞാനിതൊക്കെ പിന്നെ ചിന്തിക്കേണ്ടതെന്ന് അമല നേരം തിരിച്ച് നിരഞ്ജനയോട് ചോദിക്കുക. അതിനുള്ളൊരു സമയം എപ്പോഴാണ്? എൻ്റെ മനസാക്ഷി എന്നോട് ചോദിക്കുക, എന്തിനാ ആ രാക്ഷസിയ അളകാപുരിയിൽ വീണ്ടും വെച്ച് വാഴിക്കുന്നതെന്ന് എൻ്റെ മനസാക്ഷിയോട് ഞാൻ എന്ത് മറുപടി പറയൂ ഏട്ടത്തി? അവളെ അവളുടെ വീടിൻ്റെ മുന്നിൽ എനിക്ക് കൊണ്ട് ഇറക്കിയിടണം, അല്ലെങ്കിൽ എൻ്റെ മനസ്സിനൊരു സമാധാനം കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതായിട്ട് സംസാരിക്കാം. ഇനി ഈ ഭാരം ചുമക്കാൻ എനിക്ക് വയ്യ ഏട്ടത്തി, ഞാനത് ചെയ്യാൻ പോവാണെന്നും അമൽ പറഞ്ഞു. അപർണയെ ഉപേക്ഷിക്കുമെന്ന് തന്നെ പറയുവാണ്. അതും പറഞ്ഞ് നമ്മുടെ അമലങ്ങ് പോകാൻ നോക്കുമ്പോൾ, ദേ ഒരു കാര്യം ഞാൻ പറയാം നിന്നോട്, ജാനിയടുത്തി തമ്പിയുടെ മകളാണെന്ന് നമ്മുടെ കുടുംബത്തിൽ അച്ഛനൊഴികെ മറ്റാർക്കും അറിയാമായിരുന്നില്ല. അത് നീ മനസ്സിലാക്കണം. അങ്ങനെയുള്ളപ്പോൾ നീ ഒരു തീരുമാനം എടുക്കരുത്. അങ്ങനെ ഒരു തീരുമാനം അമലിപ്പോൾ എടുക്കരുത്. അങ്ങനെ ഒരു തീരുമാനം എടുക്കാം ജാനിയടുത്തി അത് അറിയിച്ചതിന് ശേഷം, അല്ലാത്ത പക്ഷം നീ ചെയ്യരുത്. ജാനിയടുത്തിയുടെ അനിയത്തിയാണ് അപർണ. തമ്പിയെ അച്ഛനായിട്ട് കാണാൻ ജാനിയടുത്തി തയ്യാറായി കാണുന്നില്ലെങ്കിലും അപർണയെ അനിയത്തിയായിട്ട് ജാനിയടുത്തി അംഗീകരിക്കുന്നുണ്ടെന്നുള്ളതാണ്. കാരണം ജാനിയടുത്തിയുടെ അനിയത്തിയാണ് അപർണ എന്ന് അവരറിഞ്ഞതിന് ശേഷം അവൾ ചെയ്തതും പറഞ്ഞതും എല്ലാം പൊന്നു ചെയ്യുന്ന ഒരു ലാഘവത്തോടെ, അല്ലെങ്കിൽ പൊന്നു പറയുന്നത് പോലെ ജാനിയടുത്തി എടുത്തിട്ടുള്ളൂ. അപർണയെ അനിയത്തിയായിട്ട് തന്നെയാണ് ഏട്ടത്തി കാണുന്നതെന്നുള്ള കാര്യവും നിരഞ്ജന പറയുവാണ്. അപർണയോട് പലപ്പോഴും പ്രതികരിച്ച് കണ്ടിട്ടുള്ള ജാനിയടുത്തി പെട്ടെന്നൊരു ദിവസം നിശബ്ദയായി. ജാനിയടുത്തി പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇന്നും എൻ്റെ മനസ്സിലുണ്ടെന്നും നിരഞ്ജന പറയാം. അതുകൊണ്ട് അമൽ അപർണയെ ഒഴിവാക്കാൻ ഒരു തീരുമാനം എടുത്താൽ അത് ജാനിയടുത്തി ഒരുപാട് വേദനിപ്പിക്കുക എന്നുള്ള കാര്യങ്ങളും അപർണ പറഞ്ഞു കൊടുക്കുക. എനിക്ക് അപർണയെ ഭാര്യയായിട്ട് കാണാൻ ഇനി ഒരിക്കലും കഴിയില്ല എന്ന കാര്യം അമൽ അന്നേരം നിരഞ്ജനയോട് പറഞ്ഞു. അവളെ കാണുമ്പോൾ ഒരു കൊലപാതകയുടെ മുഖമാണ് എൻ്റെ മനസ്സിലേക്ക് തെളിഞ്ഞു വരുന്നതെന്നും അമൽ പറയുവാണ്. അപർണയ്ക്ക് ഇതിൽ പങ്കില്ലെന്നാണ് അഭിയേട്ടൻ കരുതുന്നത്. എന്നോട് അഭിയേട്ടൻ അത് പറഞ്ഞതാണെന്ന കാര്യവും നിരഞ്ജന അമലിനോട് പറഞ്ഞു. അഭിയേട്ടൻ അങ്ങനെ പറഞ്ഞോ? അഭിയേട്ടൻ ഞാൻ സംശയിച്ചത് അപർണയെ തന്നെയാണെന്ന് നിരഞ്ജന നേരം പറയാം. പക്ഷെ അഭിയേട്ടൻ പറയുന്നതിലും കാര്യമുണ്ട് അമലെ. ഊതി വീർപ്പിച്ച ഒരു ബലൂണാണ്
അപർണ എന്നൊക്കെ നമുക്കറിയാവുന്നും പിന്നെ നമ്മൾ അവളോടൊന്നും തുറന്ന് സംസാരിച്ചിട്ടുമില്ല. ഒരു കണക്കിന് അവൾ സഹതാപം അർഹിക്കുന്നുള്ള ഒരുവളാണെന്ന കാര്യവും നിരഞ്ജന പറയാം. ജാനിയടുത്ത് എന്തെങ്കിലും സ്വകാര്യമായി കരുതിയിട്ടുണ്ടെങ്കിൽ അത് തമ്പിയാണ് എന്നുള്ള തമ്പി അച്ഛനാണെന്നുള്ള ആ ഒരു വിവരം പുറത്തു പോകരുതെന്നുള്ളത് മാത്രമാണെന്ന കാര്യവും നിരഞ്ജന ഇങ്ങനെ പറയുവാണ്. നമ്മളായിട്ട് അത് പുറത്തു വിടാനും പാടില്ലെന്നുള്ള കാര്യങ്ങളും നിരഞ്ജന അമലിനോട് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇവർ തമ്മിൽ ആ കാര്യമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം അമൽ തൽക്കാലം മനസ്സൊന്ന് കൺട്രോൾ ചെയ്യാനും പറഞ്ഞു കൊടുക്കുവാണ്. അപ്പോഴാണ് ഡോക്ടർ അങ്ങ് ഇറങ്ങി വരുന്നത്. അപ്പോൾ ഇറങ്ങി വന്നപ്പോൾ അബി എന്തിയെന്ന് ചോദിച്ചു. അപ്പോൾ അബി സാറിന് എന്തിയെന്ന് ചോദിക്കുമ്പോൾ ജാനിയടുത്തൊരു അമ്മയെ കാണാൻ പോയതാണെന്ന് പറഞ്ഞു. അവർക്ക് നല്ല സുഖമില്ലാതിരിക്കുക, ഉടനെ തന്നെ വരുമെന്നും പറഞ്ഞു കേട്ടോ. അബി ഇപ്പോൾ എന്ത് ചെയ്യുകയാണെന്ന് ചോദിച്ചു. ഞങ്ങൾ ബിസിനസ് ഫാമിലി ആണെന്നും ഏട്ടനായിരുന്നു കമ്പനി CEO, ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാനാണെന്നും പറഞ്ഞു. അപ്പോൾ ഏത് കമ്പനിയാണെന്നൊക്കെ ഡോക്ടർ ചോദിച്ചു. എൻ്റെ അച്ഛൻ 17 വർഷമായിട്ട് ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് ചോദിച്ചതാ കേട്ടോ എന്നും ഈ ഡോക്ടർ ഇങ്ങനെ പറയുവാണ്. അപ്പോൾ സൂര്യപ്രഭ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പം സൂര്യപ്രഭയോ? എൻ്റെ ദൈവമേ, സൂര്യനാരായണൻ സാറിൻ്റെ മക്കളാണോ നിങ്ങളൊക്കെ എന്നാ ഡോക്ടർ ചോദിച്ചു കേട്ടോ. അപ്പം അതെ എന്നിങ്ങനെ ഇവർ പറയുമോ. അപ്പോഴേക്കും ആ ഡോക്ടർ ഇങ്ങനെ പറയുന്നു, അച്ഛൻ സൂര്യസാറിൻ്റെയും പിന്നീട് മകൻ്റെ കീഴിലും ജോലിയൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ നമ്മുടെ ഡോക്ടർ പറയാം. ആ മകനാണോ അബി എന്ന് ചോദിച്ചു. അപ്പോൾ സൂര്യനാരായണൻ്റെ മക്കളാണ് അബിയേട്ടനും ഞാനും. ഇത് രണ്ടാമത്തെ ഏട്ടൻ്റെ ഭാര്യയാണെന്നും പറഞ്ഞു അഡ്വക്കേറ്റ് നിരഞ്ജന ഉണ്ണിത്താൻ. ആ, അച്ഛൻ പറഞ്ഞുള്ള അറിവുകളൊക്കെ എനിക്ക് ഉണ്ട് കേട്ടോ. പിന്നെ കമ്പനിയിലെ ക്ലാസ് ഡോർ ജീവനക്കാരനായിരുന്നു എൻ്റെ അച്ഛനെന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ഡോക്ടർ പറയുവാണ്. അച്ഛനും എനിക്കും കൺകണ്ട ദൈവമായിരുന്നു സൂര്യനാരായണൻ സാർ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ സൂര്യയെക്കുറിച്ചുള്ള ഓരോ വിവരങ്ങളൊക്കെ ഡോക്ടർ പറഞ്ഞ് ഇവർ അറിയുവാണ്. ഓഫീസിൽ വന്ന് അച്ഛൻ്റെ കൂടെ ഞാൻ അദ്ദേഹത്തെ കാണുന്നത് MBBS കഴിഞ്ഞപ്പോഴാണെന്നും അദ്ദേഹവുമായി സംസാരിച്ചതോ കാര്യമൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ എന്നെ ഇവിടെ അപ്പോയിൻ്റ് ചെയ്തതും അച്ഛൻ തന്നെയാണെന്നൊക്കെ പറഞ്ഞു. എന്നെ പഠിപ്പിച്ച് ഈ നിലയിലാക്കാൻ എൻ്റെ അച്ഛൻ്റെ കയ്യിൽ എന്താ ഉണ്ടായിരുന്നത്? സൂര്യ സാറാണ് ഞങ്ങൾക്കൊരു സഹായമായതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അബി വരുമ്പോൾ എന്നെ കാണണമെന്നൊന്ന് പറയാൻ പറഞ്ഞു. ഞാൻ പറയാം ഡോക്ടറെന്നും അമൽ പറഞ്ഞു. അങ്ങനെ ഡോക്ടർ അവിടെ നിന്ന് പോയി നമ്മുടെ സൂര്യയെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ നിരഞ്ജന ഇങ്ങനെ പറയാം. എല്ലാ മനുഷ്യർക്കും നന്മ മാത്രം ചെയ്തുകൊണ്ടിരുന്ന ആ ജന്മത്തെയാണ് അത്രയും ക്രൂശിച്ചതെന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ രാധാമണിയമ്മയാണ് കാണിച്ചത്. രാധാമണിയമ്മ അവിടെ കിടന്നത് ടോട്ടോ ഓടുക പോകാൻ വേണ്ടിയിട്ട് മകളെ കാണാൻ. അപ്പോഴത്തേക്ക് അവരെല്ലാം പിടിച്ചു വെക്കുക. അപ്പോൾ അങ്ങനെ പിടിച്ചു വെക്കുമ്പോൾ പോലും അമ്മ നിൽക്കുന്നില്ല. ഓട്ടോ മോളെ കാണാനായിട്ട്. അപ്പോൾ ദേ ആ ഒരു ഇതിലിങ്ങനെ ഇവർ സംസാരിക്കുന്നു. ആ സമയത്ത് ജാനകി ഹോസ്പിറ്റലിൽ ICUയിൽ കിടക്കുന്ന ആ മകളെ പറ്റി പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഞെട്ടി അമ്മ. മോള് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ആ കൂടെ വന്ന ചേട്ടനും പറഞ്ഞു, അമ്മയുടെ മോളെ ആരോ അപായപ്പെടുത്താൻ നോക്കി, മോളിപ്പോൾ ഹോസ്പിറ്റലിലാണ്, ജാനകി സുഖപ്പെട്ട് വരുന്നത് വരെ നിങ്ങളൊന്ന് അടങ്ങി നിൽക്കുക എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. അപ്പോൾ എൻ്റെ മോളെന്നും പറഞ്ഞു രാധാമണി അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അമ്മയ്ക്കെല്ലാം മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്കറിയാം. അമ്മ ഞങ്ങൾ പറഞ്ഞു ഒന്ന് കേൾക്കാനൊക്കെ പറഞ്ഞവർ രാധാമണി അമ്മയെ മാക്സിമം പറഞ്ഞ് സമാധാനിപ്പിക്കാം. അപ്പോൾ മോൾക്ക് വയ്യെന്ന് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ സമീപനം പാലിച്ച് ആ ചേച്ചിയുടെ കൂടെ അകത്തേക്ക് കയറിപ്പോയി. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് അപർണ ഇങ്ങനെ അമ്മയെ കാണാൻ വേണ്ടി ചെല്ലുക. അപ്പോൾ ജാനകി ചെയ്ത കാര്യങ്ങളും അവസാനം ജാനകി വെട്ടിയിട്ട വാഴ പോലെ ആയില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാം. ഇനി ആ പെൺകുഞ്ഞിന് ആരാ ഉള്ളേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക കേട്ടോ അമ്മ മോളോട്. അണയാൻ പോകുന്നതിന് മുന്നേയുള്ള ആളിക്കത്തലായിരുന്നില്ലേ അത് എന്ന് അപർണ. അവൾക്ക് ഇതിൻ്റെയൊക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? അതെന്തോ ജാനകി ഭക്തിയായി അമ്മ പറയാത്തത് എന്നൊക്കെ അപർണ അമ്മയെ കളിയാക്കി ചോദിക്കുന്നു. പടനിലത്തുകാരെ തോൽപ്പിക്കാനേ അവൾ വിചാരിച്ചാൽ നടക്കുന്ന കാര്യമാണോ അമ്മേ എന്ന് അപർണ ചോദിക്കുന്നു. പിന്നെ അമ്മയെ കണ്ടെത്താനായിരുന്നു ആ തിത്തത്തൊടുക്കം. അതിനെ കണ്ട് ഓർഫനേജുകളിലൊക്കെ കയറി ഇറങ്ങി. അത് നടക്കില്ല എന്ന് അറിഞ്ഞപ്പോൾ ദുരഭിമാനവും തീരാത്ത വാശിയും ആയി അവൾക്ക്. അവളെ പരിഹസിച്ചവരെ സമൂഹ മധ്യത്തിൽ നാണം കെടുത്താനാണ് അവൾ ഈ പുതിയ നീക്കം നടത്തിക്കൊണ്ടിരുന്നത്. അതും പോരാഞ്ഞ് ജയിലിൽ അടയ്ക്കാനുള്ള ഓട്ടവും ആയിരുന്നു. വീട് വാടകയ്ക്കെടുത്ത് ഗൂഢാലോചനകൾ നടത്തി. എന്നിട്ട് ഒടുവിൽ എന്താ ലാസ്റ്റ് സംഭവിച്ചത്? ജീവച്ഛവമായിട്ട് ബെഡിൽ കിടക്കില്ലേ ഇപ്പോൾ അവള്. ആപത്ത് വരുമ്പോൾ കണ്ട് ചിരിക്കാൻ പാടുണ്ടോ എന്ന് അമ്മ അന്നേരം മോളോട് ചോദിക്കുക കേട്ടോ. അപ്പോഴും അവരുടെ നിന്ന് ചിരിക്കുക. പിന്നെ ഞാൻ ചിരിക്കാതെ പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ? മനസ്സ് തുറന്ന് ഞാൻ പൊട്ടി ചിരിക്കും. അളകാപുരിയിൽ അടുക്കളപ്പണിയും ചെയ്ത് ജീവിച്ചു പോയിരുന്നെങ്കിലേ ഇപ്പം ഈ ദുരവസ്ഥ വല്ലതും അവൾക്ക് ഉണ്ടാകുമായിരുന്നോ? അപ്പം ജാനകിക്ക് അതൊന്നും പോരാ. ജാനകിക്ക് നമ്പർ 1 ആവണം. അവൾക്കൊപ്പം തുള്ളാനൊരു ഭർത്താവും. എല്ലാവരും ഹോസ്പിറ്റലിൽ കെട്ടിക്കിടക്കല്ലേ. പെട്ടിയും തൂക്കി ഓർഫനേജിലേക്ക് പോയ പ്രഭാവതി അമ്മ മരുമകളുടെ അവസ്ഥ കണ്ട് തിരിച്ചെത്തിയിട്ടുമുണ്ട്.
നീ ഇതുവരെ ഹോസ്പിറ്റലിൽ പോകാതിരുന്നത് ശരിയായില്ല എന്ന് അമ്മ പറഞ്ഞു കൊടുക്കും അമ്മളോട്. അവിടെയുള്ളവരെ ഓർത്തല്ല ഞാൻ പറയുന്നത്, നാട്ടുകാരെ എങ്കിലും നിനക്ക് ബോധ്യപ്പെടുത്തണ്ടേ എന്ന് ചോദിച്ചു. എന്തിന്? ഞാൻ അവളെ കാണാൻ പോവാനോ? എൻ്റെ അച്ഛനാണ് അവളോട് ഈ കൊടും ചതി ചെയ്തതെന്ന് അമലടക്കം എല്ലാവരും വിശ്വസിച്ചിരിക്കുകയാണ്. അപ്പം പിന്നെ ഞാൻ എന്തിനാ അങ്ങോട്ട് പോകുന്നത്? അതിൻ്റെ ആവശ്യം എനിക്കുണ്ടോ? അവർക്കിടയിൽ ഞാൻ ചെന്ന് ദുഃഖപ്രകടനമൊക്കെ നടത്തണോ? അതിൻ്റെ ആവശ്യമുണ്ടോ? ഇത് പറയാൻ എങ്ങനെ അമ്മയ്ക്ക് തോന്നുന്നു എന്ന് ചോദിക്കുമ്പം നിന്റെ അച്ഛനെ സംശയിക്കുന്നത് കൊണ്ടാണ് നീ എവിടെ പോകണമെന്ന് ഞാൻ പറയുന്നത്. നിന്റെ അച്ഛൻ ഇതിലൊരു പങ്കും ഇല്ലെങ്കിൽ നീ പോവുക തന്നെ വേണമെന്ന് അമ്മ മകളോട് പറയണം. അങ്ങനെയാണ് നീ മറ്റുള്ളവരുടെ മുന്നിൽ കാണിച്ചു കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു. ഞാൻ ഹോസ്പിറ്റലിൽ പോകില്ലെന്ന് പറഞ്ഞ് അപർണ ഇങ്ങനെ ഒറ്റക്കാലിൽ നിൽക്കുമ്പോഴത്തേക്കും നീ ഇങ്ങനെ അവിടെ പോകാതിരുന്നാൽ ഇന്ന് വിശ്വനെ പഴിക്കുന്നവരെല്ലാവരും സ്വയം ചിന്തിച്ചു നോക്കും, ഇതെന്താ അവർ ചെല്ലാത്തത്, അവരിതിനകത്ത് പ്രതികളായതുകൊണ്ടല്ലേ എന്ന്. ശരിക്കും മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങളല്ലേ നിനക്കറിയുള്ളൂ. ജാനകിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് നിനക്ക് നേരിട്ട് അറിയണ്ടേ? അളകാപുരിയിൽ ആദ്യത്തെ മരുമകൾ ജാനകി തന്നെയാണെന്ന കാര്യം അമ്മ മോളോട് പറയാം. നീ എന്നോട് തട്ടിക്കയറാതെ ഹോസ്പിറ്റലിൽ വരെ ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് അമ്മ നിർബന്ധിച്ചത് പ്രകാരം ജാനകിയുടെ കിടപ്പ് കണ്ട് ആസ്വദിക്കാൻ അപർണ പോവാട്ടോ. അങ്ങനെ ഡോക്ടറും നേഴ്സും കൂടെ ജാനകിയുടെ കാര്യങ്ങളെല്ലാം നോക്കി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് അപർണ അങ്ങോട്ടേക്ക് കയറി ചെന്നു. ആരാന്ന് ചോദിച്ചു. ഞാൻ അപർണ. ഡോക്ടർ കസ്തൂരി വിളിച്ചായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ കസ്തൂരി എന്നോട് പറഞ്ഞിരുന്നു. ജാനകിയുടെ അനിയത്തിയാണല്ലേ ചോദിച്ചു. അപ്പോൾ അതെ മേഡം, അപ്പോൾ കണ്ടിട്ട് വേഗം പുറത്ത് പോകണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഏട്ടത്തെ ഒന്ന് കണ്ടാൽ മാത്രം മതി എന്ന് പറഞ്ഞു. അപർണ നല്ലവളി ചമ്മഞ്ഞ് ഇങ്ങനെ നിൽക്കുക ഡോക്ടറെ മുന്നിൽ. ഓക്കെ എന്ന് പറഞ്ഞു. ഡോക്ടർ അങ്ങ് ഇറങ്ങിപ്പോയി. പിന്നെ ജാനകി ഇങ്ങനെ നോക്കും അപർണ ചിരിച്ചുകൊണ്ട്. പിന്നെ ഈ കിടപ്പിൽ നിന്ന് എത്രയും പെട്ടെന്ന് മുകളിലോട്ട് ചെല്ലാൻ ഞാൻ പ്രാർത്ഥിക്കാം എന്നൊക്കെ പറയാം. എൻ്റെ കയ്യിൽ വന്ന് പെടേണ്ട നീ ഞാൻ പോലും അറിയാതെ മറ്റൊരുത്തൻ്റെ കയ്യിൽ ചെന്ന് പെട്ടു. നിനക്ക് ഇങ്ങനെ കിടക്കേണ്ടി വന്നതിൻ്റെ കാരണം അതാണ് ജാനകി എന്നൊക്കെ ഇങ്ങനെ പറയാം അപർണ. ഇങ്ങനെ എത്രയും പെട്ടെന്ന് പരലോകത്തേക്ക് ചെല്ലാൻ നിനക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അപർണ ഇങ്ങനെ നോക്കി നിൽക്കുന്നു. അത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ കസ്തൂരി വിളിച്ചപ്പോൾ വിവരങ്ങളൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. കസ്തൂരിയെല്ലാം പറഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ? അപ്പോൾ ഡോക്ടറോട് വിവരങ്ങളെപ്പറ്റി അപർണ ചോദിച്ചു. അപ്പോഴാണ് ഈ ഡോക്ടർ ഇത് അപർണയോട് പറയണത്. എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല മേഡം എന്നും പറഞ്ഞ് അപർണ അഭിനയിച്ച് തകർക്കുക. ഏട്ടത്തിക്ക് ഇനിയൊരു തിരിച്ചുവരവില്ലെന്നുള്ള രീതിയിലാണ് ഡോക്ടർ കസ്തൂരി എന്നെ പറഞ്ഞു പേടിപ്പിച്ചത്. അത് ശരിയാണോ? ഏട്ടത്തിക്ക് ഒരു കുഞ്ഞു കൂടെ ഉള്ളതല്ലേ മേഡം എന്നൊക്കെ ചോദിച്ചാൽ ഭയങ്കര കരച്ചിൽ. അവളെ നോക്കുന്നത് ഇപ്പോൾ ഞാനാ. അപ്പോൾ എല്ലാം ദൈവനിശ്ചയമാണെന്നും ദൈവം നിശ്ചയിക്കുന്നത് പോലെയല്ലേ നടക്കുള്ളൂ എന്ന് ഈ ഡോക്ടർ പറയുന്നു. ദൈവവിധിക്ക് മുൻപിൽ നമ്മൾ നിസ്സഹായരല്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഏട്ടത്തിയെ മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ജാനകിയെ മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകാതിരിക്കുന്നതാണ് നല്ലത്. ഫൈറ്റ് ചെയ്യാം നമുക്ക്, അതല്ലേ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ടെൻഷനും കൊണ്ട് ഞാൻ ചോദിച്ചു പോയതാട്ടോ മേഡം, മേഡം ഒന്നും വിചാരിക്കരുതേ എന്ന് പറഞ്ഞു. മനസ്സ് തുറന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ തനി സ്വരൂപമൊക്കെ പുറത്തെടുത്ത് ജാനകി ഇങ്ങനെ തുറിച്ച് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.